കേരളത്തിൽ രാമായണ മാസാചരണം ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വനവാസമൊക്കെ വനാന്തരങ്ങളിൽ പോലും നാളെ മുതൽ രാമായണ പാരായണം ആരംഭിക്കും. എല്ലാ ആൾക്കാരും ഈ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ പേരിൽ ഹിന്ദു സമൂഹത്തിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നാളെ മുതൽ രാമായണ പാരായണം നടത്തും. വളരെ വിചിത്രമായ കാര്യം, സയൻറ്റിഫിക് ടെമ്പറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹത്തിനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ചാനലുകളിൽ നാളെ രാമായണം വരും. രാമനെ അധിക്ഷേപിക്കുകയും രാമായണത്തെ തള്ളിപ്പറയുകയും ആ രാമായണത്തെയും രാമനെയും കൊണ്ടു നടക്കുന്ന ഹിന്ദുക്കളെ അപമാനിക്കുകയും ചെയ്ത ആൾക്കാരൊക്കെ നാളെ മുതൽ രാമായണ പാരായണ പരിപാടികൾ നടത്തും. രാമായണം കത്തിക്കണം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അണികൾ അമ്പലക്കമ്മിറ്റികളായിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ നാളെ മുതൽ രാമായണ പാരായണം നടക്കും. വളരെ രസകരമായ ഒരു കാര്യം, ഗുരുപൂജ വളരെ പ്രാകൃതമാണെന്ന് പറഞ്ഞവർ, ഗുരുപൂജ നടത്തിയവരെ ആക്ഷേപിച്ചവർ, അത് നടന്ന സ്കൂളുകളെ ആക്രമിച്ചവർ, അതിന് എപ്പോഴും എന്തെങ്കിലും കാരണം പറഞ്ഞ് ഹിന്ദു സ്ഥാപനങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവർ ഒക്കെ നാളെ മുതൽ പക്ഷേ രാമായണ പാരായണം നടത്തും. ഈ ഗുരുപൂജയെ ആക്ഷേപിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ദിവസങ്ങളോളം ചാനലുകളുടെ സമയം മാറ്റിവെച്ച് വളരെ മോശമായി ഹൈന്ദവ ആചാരങ്ങളെയും സംസ്കാരത്തെയും ധാർമ്മിക സങ്കല്പങ്ങളെയും ആക്ഷേപിച്ച ചാനലുകാർ മുഴുവൻ നാളെ രാവിലെ മുതൽ രാമായണ പാരായണം നടത്തും. അവർക്ക് രാമായണ പാരായണം നടത്താതിരിക്കാൻ കഴിയില്ല. ഇത് കൊള്ളരുതാത്തതാണെങ്കിൽ ഈ സംസ്കാരം, രാമൻ്റെ കഥ എന്ന് പറയുന്നത് ഗുരുക്കന്മാരുടെ കഥയാണ്. ആ ഗുരുക്കന്മാരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്ന, വിശ്വാമിത്രനിൽ നിന്ന് വസിഷ്ഠനിൽ നിന്ന് ഒക്കെ അനുഗ്രഹം വാങ്ങി അവരുടെ പാദപൂജ ചെയ്ത രാമൻ്റെ കഥയാണ് നാളെ മുതൽ പത്രങ്ങളിലും ചാനലുകളും മുഴുവൻ പ്രക്ഷേപണം നടത്താൻ പോകുന്നത്. ലൈവായി നടത്തുന്നവരുണ്ട്, അല്ലാതെ നടത്തുന്നവരുണ്ട്. ഗുരുപൂജയുടെ മാഹാത്മ്യം വിളിച്ചോതുന്ന രാമായണ കഥ, ഗുരുവിന് വേണ്ടി സർവവും ത്യജിക്കുന്ന ശിഷ്യന്മാരുടെ കഥ ഒക്കെ നാളെ മുതൽ ഈ ഗുരുപൂജയെ ആക്ഷേപിച്ച പത്രക്കാർ കൊടുക്കും. ഈ ഗുരുപൂജയെ അധിക്ഷേപിച്ച രാമനെ തള്ളിപ്പറഞ്ഞ്, രാമായണത്തെ തള്ളിപ്പറഞ്ഞവരൊക്കെ നാളെ മുതൽ അതേ ചാനലുകളിൽ അവിടെയാണ് അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. എത്രയോ കാലമായി, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ രാമൻ്റെ സംസ്കാരത്തെ, കൃഷ്ണൻ്റെ ദർശനത്തെ, ഭഗവത്ഗീതയെ, രാമായണത്തെയൊക്കെ ആക്ഷേപിച്ച ഈ ധാർമ്മിക സങ്കല്പങ്ങളെ മുഴുവൻ തള്ളിപ്പറഞ്ഞ രാവണന്മാരെത്രയോ ഉണ്ടായിരുന്നു, കംസന്മാർ എത്രയോ ഉണ്ടായിരുന്നു, എത്രയോ രാക്ഷസന്മാരും അസുരന്മാരും ഒക്കെ ഈ രാമനെയും കൃഷ്ണനെയും അവർ പ്രതിനിധീകരിക്കുന്ന സംസ്കാരത്തെയും ധർമ്മത്തെയും ഒക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടും 2025 ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഈ അത്യന്താധുനിക കാലത്തും രാമായണം ഇതാ വീണ്ടും നിലനിൽക്കുകയാണ്. ആക്ഷേപിച്ചവരൊക്കെ രാമനാമം ഉരുവിടും. നാളെ മുതൽ അമ്പലം പൊളിച്ച് കപ്പ നടണം എന്ന് പ്രസംഗിച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ അമ്പലക്കമ്മിറ്റി നടത്തുന്നവരായി മാറിയില്ലേ? ആ അമ്പലക്കമ്മിറ്റിക്കാരൊക്കെ നാളെ മുതൽ രാമായണ പാരായണം നടത്തിക്കും രാമൻ. ഇത് ഒരു പെട്ടെന്നുണ്ടായതല്ല. ഇതെപ്പോഴാണ് തുടങ്ങിയത്? 1982 ഏപ്രിൽ മാസം 4, 5 തീയതികളിൽ എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തെ തുടർന്ന് ഇനി എന്ത് എന്ന ആലോചനയിൽ അന്ന് ആഹ്വാനം ചെയ്തതാണ്, ഇനിമേൽ കർക്കടക മാസം പഞ്ഞമാസമല്ല രാമായണ മാസമാണ് എന്ന് ആഹ്വാനം ചെയ്തു. പി പരമേശ്വർജിയുടെ നേതൃത്വത്തിൽ, ഇന്നത്തെ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ആഹ്വാനം മുഴക്കി. അന്ന് ആഹ്വാനം മുഴക്കിയപ്പോൾ ആ രാമായണം കത്തിക്കണമെന്ന് പറഞ്ഞ ബുദ്ധിജീവികൾ അന്ന് കേരളത്തിലുണ്ടായിരുന്നു.
രാമനെ കളിയാക്കി രാമ സംസ്കാരത്തെ സങ്കല്പത്തെ ആക്ഷേപിച്ച കവികളും സാഹിത്യകാരന്മാരും ഈ 82-ൽ കേരളത്തിലുണ്ടായിരുന്നു. അവർ പത്രങ്ങളിലും വാരികകളിലും മുഴുവൻ അക്ഷരങ്ങൾ നിരത്തി ചൂടേറിയ വാഗ്വാദങ്ങൾ നടത്തിയവരുണ്ട്, ആക്ഷേപമുന്നയിച്ചവരുണ്ട്, രാമായണം കത്തിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. പോരാ, അന്നൊരു പ്രസിദ്ധനായ കവി, ഒരു കപട ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം നല്ല കവി തന്നെയായിരുന്നു. ആ കവി, ഇടതുപക്ഷ ബുദ്ധിജീവിയായ ആ കവി അന്ന് പ്രസംഗിച്ചതും ലേഖനം എഴുതിയതും ഇങ്ങനെയാണ്: ശൂദ്രമേധ സംസ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് RSS എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞാക്ഷേപിച്ച, അതിനുശേഷം ഇതാ 43 വർഷമായി സാർ, ഇതാ ഇപ്പോൾ അന്ന് നിങ്ങൾ ആക്ഷേപിച്ച രാമായണം ഇന്ന് നിങ്ങൾ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളിൽ പാരായണം നടത്തേണ്ടി വന്നു എങ്കിൽ അവിടെയാണ് രാമന്റെ പ്രഭാവവും ഹിന്ദുത്വത്തിന്റെ ഉൾക്കരുത്തും എന്ന് തിരിച്ചറിയാൻ ഇനി എന്തിനാ വൈകുന്നത്? രാമനാമവും ജപിച്ച് ഈ സംസ്കാരവും ഉൾക്കൊണ്ട് ഈ നാടിന്റെ മഹത്തായ പാരമ്പര്യത്തോട് ചേർന്ന് ജീവിക്കുകയല്ലേ എല്ലാവരും ചെയ്യേണ്ടത്? അന്ന് രാമായണം കത്തിക്കണമെന്ന് ലേഖനം എഴുതിയ പത്രങ്ങളിലൊക്കെ നാളെ രാമായണത്തിന്റെ ശീലികൾ, തുഞ്ചന്റെ കിളിക്കൊഞ്ചൽ നാളെ വരും, എല്ലാ പത്രങ്ങളിലൂടെയും വരും. പോരാ, ഈ പൂജ, ഗുരുപൂജ നടത്തിയതിൻ്റെ പേരിൽ മണിക്കൂറുകളും ദിവസങ്ങളും ചാനലുകളിൽ ഇരുന്ന് ആക്രോശിച്ച ചാനലുകാരുണ്ടല്ലോ, അവതാരകന്മാരും അവതാരകന്മാരും ഉണ്ടല്ലോ, അവരുടെ ചാനലുകളിൽ നാളെ രാവിലെ രാമായണം മുഴങ്ങും. കാരണം അവർക്ക് രാമായണത്തെയും രാമനെയും മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ചാനലുകൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല, പത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലെങ്കിൽ അവർക്ക് ധൈര്യമുണ്ട് പറയട്ടെ, ഈ പറയുന്ന ചാനലുകാരും പത്രങ്ങളും ഒക്കെ രാമായണം ഉണ്ടാക്കി വിൽക്കുന്നുണ്ടല്ലോ, നാണമുണ്ടോ അവർക്കത് ചെയ്യാൻ? ഈ ആക്ഷേപിച്ചവരാണ് ഈ പത്രക്കാർ. ആ പത്രക്കാരൊക്കെ രാമായണമാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് അവർ നാളെ അവരുടെ പത്രങ്ങളിലും മാസികകളിലും നാളെ കണ്ടോ രാമായണം ഇന്ന വിലക്ക്, ഇന്ന ശ്രേഷ്ഠം, ക്ഷേമം എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ ആക്ഷേപിക്കുകയല്ല, അങ്ങനെ തന്നെ വരണം. നമ്മൾ സാധാരണ പറയാറില്ലേ, എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റുമ്പോൾ എന്തെങ്കിലും ദേഷ്യമുള്ള ആൾ വീഴുകയോ പരിക്കേൽക്കുകയോ ഒക്കെ ചെയ്താൽ നിനക്ക് അങ്ങനെ തന്നെ വരണം എന്ന് പറയാറില്ലേ? എന്നതുപോലെ രാമനെ ആക്ഷേപിച്ചവരെ കൊണ്ട് രാമായണം ചൊല്ലിക്കും, രാമായണത്തെ തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് രാമായണം ചൊല്ലിക്കും, രാമനെയും രാമന്റെ സംസ്കാരത്തെയും എതിർത്തവരെ കൊണ്ട് രാമായണം പ്രസിദ്ധീകരിപ്പിക്കും. സയന്റിഫിക് ടെമ്പറിന്റെ പേരിൽ വാചകമടിച്ചവരൊക്കെ നാളെ രാമായണം പാരായണം നടത്തുന്ന സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നുണ്ട്, അവരത് ചെയ്യേണ്ടി വരും. പോരാ, ഗുരുപൂജ ചെയ്യുന്നതിൻ്റെ പേരിൽ ആക്ഷേപിച്ചവരൊക്കെ, അത് ആക്ഷേപിച്ച ചാനലുകാരൊക്കെ നാളെ ശ്രീരാമന്റെ ഗുരുപൂജയെക്കുറിച്ച് അവരുടെ ചാനലുകളിലും പത്രങ്ങളിലും എഴുതേണ്ടി വരും. വസിഷ്ഠന്റെ പാദപൂജ നടത്തിയ, വിശ്വാമിത്രന്റെ പാദപൂജ നടത്തിയ മഹാഗുരുക്കന്മാരെ മുഴുവൻ വന്ദിച്ച രാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും കഥ നാളെ ആക്ഷേപിച്ചവരൊക്കെ പറയും. അതാണ് രാമന്റെ പ്രഭാവം, അതാണ് ഭാരതത്തിന്റെ മഹത്വം, അതാണ് രാമായണത്തിന്റെ മാഹാത്മ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇത് നിങ്ങളെ കളിയാക്കാൻ വേണ്ടി, ഇത് കൊടുക്കുന്ന പത്രക്കാരെയോ ചാനലുകാരെയോ കളിയാക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അതാണ് സത്യം. ആ സത്യം നിങ്ങൾ എന്തിനാണ് മറച്ചു വെച്ചിട്ട് മറ്റുള്ള ആർക്കോ വേണ്ടിയിട്ട് ഈ ആക്ഷേപങ്ങളും ചീത്തവിളിയൊക്കെ നടത്തുന്നത് എന്തിനാണ്? അന്ന് പറഞ്ഞല്ലോ, ശൂദ്രമേധ സംസ്കാരം കൊണ്ടുവരാൻ പോവുകയാണ്, രാമായണത്തിലൂടെ കാളവണ്ടി യുഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞവർ, അന്ന് ആക്ഷേപിച്ചവർ, ഇതാ നാളെ അമ്പലക്കമ്മിറ്റികളിൽ, അവരൊക്കെ ഇപ്പം അമ്പലക്കമ്മിറ്റികളിലുണ്ട്. പല കേരളത്തിൽ മലബാറിലൊക്കെ അവർ ആ അമ്പലക്കമ്മിറ്റികളിലൊക്കെ നാളെ രാമായണ പാരായണം നടത്തും. അപ്പോൾ അത് രാമന്റെ പ്രഭാവമാണ്, രാമായണ സംസ്കാരത്തിൻ്റെ മഹത്വമാണ്, ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങളുടെ, ഗുരുപൂജയുടെ, ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഉന്നതമായ ശ്രേഷ്ഠമായ സങ്കല്പങ്ങളുടെ വലിയ ഈടുവെപ്പുകൾ നിറഞ്ഞിരിക്കുന്ന മഹാഗ്രന്ഥമാണ് രാമായണം. ആ രാമായണം പാരായണം ചെയ്ത് രാമനാമം ജപിച്ച് നമ്മുടെ ഇഹലോക ജീവിതം സുന്ദരമാക്കുവാൻ, പുണ്യകരമാക്കി തീർക്കുവാൻ, മോക്ഷദായകമാക്കി മാറ്റുവാൻ രാമന്റെ നാമം കൊണ്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. രാമായണ പാരായണം കൊണ്ട് നമ്മുടെ മനസ്സ്
പുണ്യമയമായി തീരട്ടെ, ശ്രേഷ്ഠമായി തീരട്ടെ, മനസ്സ് ശുദ്ധമായി മാറട്ടെ, വൈരാഗ്യവും ദേഷ്യവും ശത്രുതയൊക്കെ ഉപേക്ഷിച്ച് രാമായണ സങ്കല്പത്തെ, ഹൈന്ദവമായ സങ്കല്പം തന്നെ തെറ്റാണെന്ന് പറയുന്നവരൊക്കെ നാളെ മുതൽ രാമായണം അവരുടെ പത്രങ്ങളിലും ചാനലുകളിലും കൊടുത്ത് അതിലൂടെ അവർ പ്രായശ്ചിത്തം ചെയ്യുന്നത് നമുക്ക് കാണാം. പ്രായശ്ചിത്തം ചെയ്യാതെ തന്നെ നമുക്ക് എല്ലാവർക്കും രാമായണം പാരായണം നടത്താം. ആ രാമായണത്തിൻ്റെ സംസ്കാരം എന്ത്? രാമായണത്തിൽ പറയുന്ന കുടുംബ സങ്കല്പം, രാമായണത്തിൽ പറയുന്ന മാതൃസങ്കല്പം, രാമായണത്തിൽ പറയുന്ന പിതൃസങ്കല്പം, രാമായണത്തിൽ പറയുന്ന ഭ്രാതൃസങ്കല്പം അഥവാ സാഹോദര്യമെന്ന മഹത്തായ സങ്കല്പം, രാമായണത്തിൽ പറയുന്ന ഭാര്യാധർമ്മം, രാമായണത്തിൽ പറയുന്ന ഭർത്തൃധർമ്മം, രാമായണത്തിൽ പറയുന്ന കുടുംബധർമ്മം, രാമായണത്തിൽ പറയുന്ന രാഷ്ട്രധർമ്മം, രാമായണത്തിൽ പറയുന്ന പ്രപഞ്ച ദർശനം, രാമായണത്തിൽ പറയുന്ന മഹത്തായ ജീവിത ദർശനമൊക്കെ പാരായണം ചെയ്ത് നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും രാഷ്ട്രീയ ജീവിതവും രാഷ്ട്രജീവിതവും ഒക്കെ ശ്രേഷ്ഠതരമാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ. രാമായണത്തിനെ രാവണനെ പോലെ, കുംഭകർണനെ പോലെ, അല്ലെങ്കിൽ ശൂർപ്പണഖയെ പോലെ ആയി തീരാതിരിക്കാൻ രാമനോട് പ്രാർത്ഥിക്കാം. രാമനാമം നമുക്ക് ഉരുവിടാം. രാവണന്മാരുണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നല്ല ഒരു ഭാവി വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രജീവിതത്തിലും ഉണ്ടായിത്തീരാൻ അനേകായിരം വർഷങ്ങളായി നമ്മളെ അതിന് പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്ന രാമനും രാമായണവും രാമായണ സംസ്കാരവും നമ്മളെ ഏവരെയും പ്രചോദിപ്പിക്കട്ടെ. നമ്മൾക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെ. സാമൂഹിക ബന്ധങ്ങളെ ദൃഢതരമാക്കാൻ, ഉച്ചനീചത്വമില്ലാത്ത കടത്തുകാരനെ കെട്ടിപ്പുണർന്ന രാമനെ, ശബരി കടിച്ചു നൽകിയ വനവാസി സ്ത്രീ കടിച്ചു നൽകിയ ഭക്ഷണം കഴിച്ച രാമനെ, ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ സർവ്വസുഖഭോഗങ്ങളും ത്യജിച്ച രാമനെ, അങ്ങനെയുള്ള രാമനെ, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൊട്ടാരസുഖവും ഭാര്യയെയും പോലും ഉപേക്ഷിച്ച രാമനെ, അത്തരമൊരു ആദർശവാനായ രാമനെ, ധർമ്മത്തിൻ്റെ വിഗ്രഹമായ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞ ആ രാമനെ നമുക്ക് മാതൃകയാക്കാം. ഏതായാലും ആക്ഷേപിച്ചവരൊക്കെ നാളെ മുതൽ രാമനാമം ജപിക്കുന്നുവല്ലോ എന്ന ആഹ്ലാദഭരിതമായ ഒരു സന്ദർഭവും കൂടി നമ്മുടെ കണ്ണാൽ കാണേണ്ടി വന്നു എന്ന മഹാഭാഗ്യം എല്ലാവരും ആസ്വദിക്കുക. രാമായണത്തെ ആക്ഷേപിച്ച എല്ലാ ചാനലുകാർക്കും പത്രക്കാർക്കും നാളെ മുതൽ അവർ നടത്താൻ പോകുന്ന രാമായണ പ്രഭാഷണങ്ങൾ, രാമായണത്തിൻ്റെ പാരായണങ്ങൾ, രാമായണ കഥകൾ പത്രങ്ങളിൽ കൊടുക്കുന്നത് എല്ലാം മഹത്തായ കാര്യങ്ങളായി നിങ്ങൾക്ക് കൂടി അനുഗ്രഹമുണ്ടാവട്ടെ. രാമായണവും രാമനും നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി രാമായണ മാസ ആശംസകൾ. നമസ്കാരം. ജയ് ശ്രീരാം.